വടകരയിലെ സമ്മേളനത്തിൽ അങ്ങനെ പാർട്ടി സെക്രട്ടറിയെ, കോഴിക്കോട് പാർട്ടി ജില്ലാ സെക്രട്ടറിയെ തീരുമാനിച്ചു. അത് നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെയാണ് എം മെഹബൂബിനെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഈ എം മെഹബൂബ് എന്ന് പറയുന്നത് എന്താ പറയുക, പൊതുമരാമത്ത് മന്ത്രിയും മുഖ്യമന്ത്രിയുടെ മരുമകനുമായിട്ടുള്ള മുഹമ്മദ് റിയാസിന്റെ വേണ്ടപ്പെട്ട വലംകൈ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ പ്രദീപ് കുമാറിനായിരുന്നു അവിടെ ഒരു ജനകീയനായിട്ടുള്ള നേതാവ് എന്ന് പറയുന്നത് പ്രദീപ് കുമാർ ആയിരുന്നു. പ്രദീപ് കുമാറിന് പക്ഷേ കിട്ടാനുള്ള സാധ്യതകൾ നമ്മൾ അപ്പോഴും കണ്ടിട്ടില്ല. കാരണം അദ്ദേഹം ഒരു VS പക്ഷക്കാരനായിരുന്നു, അങ്ങനെ TPയുടെ സുഹൃത്തായിരുന്നു. അതൊക്കെയാണ് അദ്ദേഹത്തിന് വന്ന ഒരു പരിഗണനയിൽ അദ്ദേഹത്തെ തഴയപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്ന് പറയുന്നത്. എന്തായാലും പാർട്ടിയിൽ റിയാസ് പിടിമുറുക്കുകയാണോ എന്നുള്ളതാണ് ചോദ്യം. പാർട്ടിയിൽ റിയാസ് പ്രത്യേകിച്ച് കോഴിക്കോട് പിടിമുറുക്കുകയാണെന്ന് തന്നെ പറയാം. കാര്യം മെഹബൂബ് എന്ന് പറഞ്ഞാൽ റിയാസിൻ്റെ എന്നല്ല, പിണറായി വിജയൻ്റെ തന്നെ ഏറ്റവും അടുത്ത ആളാണ്. കഴിഞ്ഞ ഭരണകാലത്ത് അദ്ദേഹത്തിനെ കൺസ്യൂമർ ഫെഡിൻ്റെ MD ആക്കി. ഇപ്പോഴും അദ്ദേഹം കൺസ്യൂമർ ഫെഡ് MD ആണ്. അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത് പ്രത്യേകിച്ച് കോഴിക്കോട് പോലൊരു സ്ഥലത്തൊരു ന്യൂനപക്ഷ മുഖം എന്ന രീതിയിലാണ് മെഹബൂബ് വരുന്നത്. മെഹബൂബിനെ ജില്ലാ സെക്രട്ടേറിയറ്റ് തീരുമാനിച്ച് എന്തെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ പ്രദീപ് കുമാർ എന്ന രീതിയിലേക്കാണ് ചർച്ച പോയതെന്നാണ് പുറത്ത് അറിയാൻ കഴിയുന്നത്. ഏതായാലും പിന്നെ കോഴിക്കോട് ചേവായൂർ ബാങ്ക് തിരഞ്ഞെടുപ്പിന് മുന്നിൽ നിന്ന് തന്ത്രങ്ങൾ ഒരുക്കിയതൊക്കെ മെഹബൂബായിരുന്നു. മന്ത്രി മുഹമ്മദ് റിയാസിന് ഒന്നുകൂടി കോഴിക്കോട് ശക്തി കൂടി എന്ന് തന്നെ പറയാം. വയനാട് ജില്ലാ സെക്രട്ടറിയും റിയാസുമായി അടുപ്പമുള്ള ആൾ തന്നെയാണ്. അപ്പോൾ ഇത്തരത്തിൽ പ്രത്യേകിച്ച് കോഴിക്കോട് പോലൊരു സ്ഥലത്ത് ഒരു ന്യൂനപക്ഷ മുഖത്തിനെ ആക്കുന്നതിലൂടെ CPM അവരുടെ ഒരു ശരിക്കുള്ള ഒരു തന്ത്രമാണ് മെനഞ്ഞിരിക്കുന്നത്. ഒരു ന്യൂനപക്ഷ മുഖം എന്ന് പറയുമ്പോൾ ഈ പറയുന്ന മെഹബൂബിനെ കൂടെ മുന്നിൽ നിർത്തി ചിലപ്പോൾ ഒരു വേള മെഹബൂബിനൊരു സ്ഥാനാർത്ഥി വരെ ആകാനുള്ള സാധ്യതയുണ്ടാവും കോഴിക്കോട്. അപ്പോൾ പാർട്ടി പിണറായി പക്ഷത്തേക്ക്, റിയാസ് എന്ന് പറയുമ്പോൾ പിണറായി തന്നെയാണ്, പിണറായി പക്ഷത്തേക്ക് തന്നെ വീണ്ടും വരുന്നു. മോഹനും ഇപ്പോൾ P മോഹനും റിയാസും തമ്മിലൊക്കെ അകൽച്ചയിലാണ് എന്ന് തന്നെയാണ് നമ്മൾ അറിയാൻ കഴിഞ്ഞിരുന്നത്. അപ്പോൾ ഈ തന്ത്രം, അതായത് ഇത്തരത്തിൽ ഇപ്പോൾ അവർക്ക് ഇനിയിപ്പോൾ കണ്ണൂർ കൂടെ ഉണ്ട്. കണ്ണൂർ പക്ഷേ അതിപ്പോൾ മുഹമ്മദ് റിയാസ് എന്നോ അങ്ങനെ ന്യൂനപക്ഷ മുഖമോ എന്നൊന്നും നമുക്ക് നോക്കണ്ട. ഇപ്പൊ കോഴിക്കോട് ഇദ്ദേഹം ആയിക്കഴിഞ്ഞല്ലോ, മെഹബൂബ് ആയിക്കഴിഞ്ഞല്ലോ. ഈ പാർട്ടിയിൽ റിയാസിനെ പിടിമുറുക്കേണ്ടത് റിയാസിന്റെ കൂടി റിയാസിന്റെ മാത്രം ആവശ്യമല്ല, മുഖ്യമന്ത്രിയുടെയും കൂടെ ആവശ്യമാണ്. അതെ, മുഖ്യമന്ത്രിയുടെ ആവശ്യം എന്ന് പറയുന്നത് മരുമകനെ ഒരു സ്ഥാനത്തിരുത്തുക എന്നുള്ളത് കൂടി അദ്ദേഹത്തിന്റെ. പക്ഷെ അതിനത്രയും എതിർപ്പുമുണ്ട്. എതിർപ്പുണ്ട്, പക്ഷെ ഈ എതിർപ്പ് ആരും മാനിക്കാറില്ലല്ലോ. പിണറായിക്കെതിരെ ഒരു എതിർപ്പ് പറഞ്ഞ് അത് പറ്റില്ല. ഇപ്പോഴും ഇത് ജനകീയനായിട്ടുള്ള നേതാവ് എന്ന് പറയുന്നത് പ്രദീപ് കുമാറാണ്. പക്ഷെ അദ്ദേഹം ആകണമെന്ന് ആഗ്രഹിച്ചിരുന്ന ആളുകളായിരിക്കും ബഹുഭൂരിപക്ഷം പാർട്ടിയിലെ അംഗങ്ങളൊന്നും അല്ലല്ലോ. ഇതിപ്പോ ജില്ലാ സെക്രട്ടേറിയറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ജില്ലാ കമ്മിറ്റി വരുന്നു. കമ്മിറ്റിയിൽ നിന്ന് ഒരു ഫിൽട്ടർ ചെയ്ത പോലെയാണ് ഒരു സെക്രട്ടേറിയറ്റ് ഉണ്ടാക്കുന്നത്. ആ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ സെക്രട്ടേറിയറ്റ് അംഗങ്ങളെ സംബന്ധിച്ച് അവരെടുക്കുന്ന ഒരു തീരുമാനം തന്നെയാണ് സെക്രട്ടറി. പക്ഷെ പ്രദീപിനെ എടുക്കണമെന്നില്ല. തുടക്കം മുതൽ ഇങ്ങനെ പറയുന്നു, മാധ്യമങ്ങളിലൂടെ പ്രദീപ് എന്ന് പറയുന്നുണ്ട്, നമ്മളും പ്രദീപ് എന്ന് പറയുന്നുണ്ട്. പക്ഷെ അവരുടെ ഉള്ളിൽ പ്രദീപിനോട് ഒരു താല്പര്യവും ഇല്ല. അല്ല, ആ താല്പര്യമില്ലായക എന്ന് പറയുന്നതിന്റെ കാരണം നമുക്ക് വ്യക്തമാണ്. ജനകീയ മുഖമായതുകൊണ്ട്, പഴയ VS പക്ഷക്കാരനായതുകൊണ്ട്. അതായത് അവിടെയുള്ള പാർട്ടി അണികൾക്കും ചില ആഗ്രഹങ്ങളുണ്ടല്ലോ. അതായത് അവര് വിചാരിക്കുന്നുണ്ടാവല്ലോ ഒരു ഇന്ന നേതാവ്, അത് സ്വാഭാവികമായി എല്ലായിടത്തും ഉള്ളതല്ലേ, നേതാവ് വന്നിരുന്നെങ്കിൽ എന്നൊക്കെ. ഇല്ല അതൊക്കെ ഈ പറയുന്ന പോലെ നമ്മൾ കണ്ടതാണ്. VSനെ സ്ഥാനാർത്ഥി ആക്കിയതിൽ തന്നെ പാർട്ടി സംസ്ഥാന കമ്മിറ്റി അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞില്ലായിരുന്നു. CC അദ്ദേഹത്തിൻ്റെ സെൻട്രൽ കമ്മിറ്റി അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞില്ലായിരുന്നു. പോളിറ്റ് ബ്യൂറോ പോലും അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞില്ലായിരുന്നു. ജനം തെരുവിലിറങ്ങി അദ്ദേഹത്തിനെ നിർത്തണം എന്നൊരു ആവശ്യം പറയുമ്പോഴാണ് സീതാറാം യെച്ചൂരിയെ പോലുള്ള നേതാക്കൾ അന്ന്, പ്രകാശ് കാരാട്ടൊന്നും അനുകൂലിച്ചില്ല. പക്ഷെ അന്നും സീതാറാം യെച്ചൂരിയെ പോലത്തെ നേതാക്കളാണ് അതിനെ അംഗീകരിച്ചത്. അപ്പം ജനകീയ മുഖം എന്ന് പറയുന്നതൊന്നും ഒരിക്കലും CPMനെ സംബന്ധിച്ച്, പാർട്ടിയുടേതായ ഒരു മിഷണറി, ഒരു ഘടകം അവർ തീരുമാനിക്കും, അവർ നടപ്പാക്കും. അത് പാർട്ടി സംഘടനയാണ് എന്ന് പറയുന്നത്. ഇപ്പൊ പാർട്ടി എന്ന് പറയുന്നത് പിണറായിയാണ്. അതുകൊണ്ട് തന്നെ അതാണ് അവര് പിണറായി ഒരു ഘട്ടത്തിൽ എങ്ങനെയാണ് വളർന്നു വന്നത് എന്നുള്ളത് നമുക്കൊക്കെ അറിയാം. അത് ആരെയൊക്കെ തഴഞ്ഞു, അദ്ദേഹത്തിന്റെ വളർച്ചയുടെ പടവുകൾ ആരൊക്കെയാണ് താഴെ പോയിട്ടുള്ളതെന്നൊക്കെ നമുക്കറിയാം. എന്നെക്കാൾ കൂടുതലൊക്കെ എത്രയോ കൂടുതൽ ചേട്ടനൊക്കെ അറിയാൻ പറ്റും. ഇപ്പോൾ മരുമകനെ വളർത്തിയെടുക്കേണ്ടത് കൂടി ഒരു അത്യാവശ്യമാണ്. അത് പലതരത്തിലുള്ള ആവശ്യങ്ങളുണ്ട് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടത്. പാർട്ടിപരമായിട്ടും അവരുടെ കുടുംബപരമായിട്ടുള്ള കേസുകളും കാര്യങ്ങളും എല്ലാം നിൽക്കുമ്പോൾ തന്നെ ഈ കുടുംബത്തിൽ നിന്നുള്ള ഒരാൾ തന്നെ പാർട്ടിയിൽ മേൽക്കൈ
വേണമെന്ന് വേണ്ടി വരുന്നത് അവരുടെ ഒരു പ്രധാനപ്പെട്ട ആവശ്യമല്ലേ? അപ്പൊ കൊണ്ടുവരേണ്ടതും കുടുംബത്തിന്റെ ആവശ്യം എന്നതിനേക്കാൾ ഉപരി ജമാഅത്ത് തുടങ്ങി മുസ്ലിം ലീഗ് തുടങ്ങി കോഴിക്കോട് ഉള്ള തന്നെ മുസ്ലിം സംഘടനകളെല്ലാം തന്നെ കാന്തപുരം തുടങ്ങിയവരൊക്കെ തന്നെ CPM-ന് എതിരായിട്ടുണ്ട്. കാര്യം ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴത്തേക്കും ഇവർക്ക് ന്യൂനപക്ഷ പ്രേമം അങ്ങ് വിട്ടു. എന്നിട്ട് അവര് ഭൂരിപക്ഷത്തിന്റെ പുറകെ വൻ തിരിച്ചടിയാണ് ന്യൂനപക്ഷ പ്രേമത്തിന്റെ പുറകെ. കാര്യം നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ളത് ഈ പർദ്ദ ധരിക്കുന്നത് മുതൽ എന്തൊക്കെ ഇപ്പൊ ഈ കഴിഞ്ഞ ഇത് പിന്നെ ഈ അവരുടെ എക്സസൈസ് ഉണ്ടായിരുന്നല്ലോ മെക്സെവന്റെ കാര്യത്തിൽ പി മോഹനൻ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞതിന്റെ പിറ്റേ ദിവസം അദ്ദേഹം തിരുത്തി പറയേണ്ടി വന്നു. തീർച്ചയായിട്ടും. അപ്പൊ ഞാൻ പറഞ്ഞത്രേ ഉള്ളൂ, മെക്സവൻ പോലുള്ള കാര്യങ്ങളിൽ നേരത്തെ ആയിരുന്നെങ്കിൽ ഈ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുന്നേ ഒക്കെ നമ്മൾ കണ്ടത് എന്തായിരുന്നു, ഇതേപോലെ കാന്തപുരത്തെ പോലുള്ളവരൊക്കെ സംസാരിക്കുമ്പോൾ അതിനെ അനുകൂലിച്ച് ഒരു വേള സുരേഷ് ബാബു എന്ന് പറഞ്ഞൊരു കൊല്ലത്തൊരു സംസ്ഥാന കമ്മിറ്റി അംഗമുണ്ടല്ലോ, അല്ല അനിൽകുമാർ എന്ന് പറഞ്ഞൊരു സംസ്ഥാന കമ്മിറ്റി അംഗമുണ്ട്, ക്ഷമിക്കുക, അനിൽകുമാർ ചർച്ചകളിലൊക്കെ പങ്കെടുക്കുന്ന പാർട്ടി വക്താവ്. ഈ അനിൽകുമാർ ഈ മുസ്ലിം സമുദായത്തിലെ സ്ത്രീകൾക്കിടയിൽ പിന്നെ ഇതിനെയൊക്കെ പ്രതിധരിക്കുന്നതിനെ എതിർക്കുന്നവരൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞ് തന്നെ ചാടി വീണ് എതിർത്ത ഒരു വാർത്തയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, ആര് ഗോവിന്ദനൊക്കെ. അപ്പൊ അന്ന് അങ്ങനെയായിരുന്നു. ഇന്നിപ്പോ നേരെ തിരിച്ചാണ്. ഇന്നിപ്പോ ഇവർ ഇതിനൊന്നും മറുപടി, ഗോവിന്ദൻ പറഞ്ഞതിന് ഇരട്ടി മറുപടിയാണ് കാന്തപുരം കൊടുത്തേക്കുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ കോഴിക്കോട് ഒരു മുസ്ലിം സ്നേഹം CPM-ന് ഉണ്ട് എന്ന് പുറമെ കാണിക്കാനും കൂടിയാണ് മെഹബൂബിനെ സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നത്. മെഹബൂബിനെ സ്ഥാനാർത്ഥിയാക്കുന്നതിലൂടെ ഒരു ചെറിയ സന്ദേശം കൂടെ CPM കൊടുക്കുകയാണ്, ഞങ്ങൾക്ക് ഇപ്പോഴും ന്യൂനപക്ഷ സ്നേഹമുണ്ട് മെഹബൂബിനെ, അതുകൊണ്ടാണ് ഞങ്ങൾ ആക്കിയിരിക്കുന്നത്. കാര്യം കോഴിക്കോട് എന്ന് പറയുന്ന ജില്ലയിൽ നോക്കുമ്പോഴത്തേക്ക് പിന്നെ ഈഴവ കമ്മ്യൂണിറ്റി കൂടുതലുണ്ട്. ഈഴവ കമ്മ്യൂണിറ്റിയാണ് ഹിന്ദു കമ്മ്യൂണിറ്റിയിൽ ഏറ്റവും കൂടുതലുള്ളത്. പിന്നെ വേറെ കുറച്ച് സാമൂതിരിമാർ അങ്ങനെയൊക്കെ അടങ്ങിയവരൊക്കെ ഉണ്ട്. അവിടെയും എത്രയെങ്കിലും ശതമാനം മുസ്ലിം ഉണ്ട്. അതും മുസ്ലിം വോട്ട് കിട്ടുക എന്ന് പറയുന്നത് മലപ്പുറത്ത് പലളി മുഹമ്മദ് കുട്ടി ഉണ്ടായിരിക്കാം, പക്ഷെ ഇവിടെ അവർക്ക് എടുത്തു പറയാൻ ഒരു മുസ്ലിം മുഖം ഉണ്ടോ എന്നൊരു സംശയമുണ്ട്. പിന്നെ രണ്ട്, പ്രജിത സംസാരിച്ചു വന്നതിൽ ഒരു സംഗതി, എങ്ങനെ പിണറായി പാർട്ടി പിടിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാർട്ടിക്കൊപ്പം പാർട്ടി പിടിക്കാൻ ഓരോ ജില്ലയിൽ ആരൊക്കെ നിന്നോ അവരെല്ലാം അദ്ദേഹം എത്തിക്കേണ്ടടുത്ത് എത്തിച്ചിട്ടുണ്ട്. അതാണ് പിണറായിക്കൊപ്പം കോട്ടയത്ത് നിന്ന ആളാണ് വാസവനെ മന്ത്രിയാക്കി. കോഴിക്കോട് ഒരു വേള അദ്ദേഹം സെക്രട്ടറി ആയിരിക്കുന്നത്, രണ്ടാം ടൈമിൽ സെക്രട്ടറി ആയിരിക്കുമ്പോൾ പാർട്ടിക്കകത്ത് വിഭാഗീയത രൂക്ഷമായിരുന്നു. അന്ന് TP രാമകൃഷ്ണൻ കൂടെ നിന്നു. TP രാമകൃഷ്ണനെ മന്ത്രിയാക്കി. ഇപ്പൊ TP രാമകൃഷ്ണൻ LDF കൺവീനറാണ്. അങ്ങനെ അദ്ദേഹത്തിന്റെ കൂടെ നിന്നവരൊക്കെ അദ്ദേഹം സംരക്ഷിച്ചിട്ടുണ്ട്. അങ്ങനെ നിരവധി പേരുകൾ നമുക്ക് പറയാനുണ്ട്. സജി ചെറിയാൻ പിന്നെ പത്തനംതിട്ടയിലും കോട്ടയത്തും ഒക്കെ പാർട്ടിയെ പിടിച്ചു നിർത്താൻ വേണ്ടി നോക്കിയിട്ടുണ്ട്. കോട്ടയത്ത് വാസവനെ രക്ഷിക്കാൻ നോക്കിയപ്പോൾ സുരേഷ് കുറുപ്പിനെ പോലുള്ള ജനകീയ മുഖങ്ങളൊക്കെ പോയി. അപ്പോൾ അതുപോലെ പിന്നെ കടകംപള്ളി സുരേന്ദ്രനെ മന്ത്രിയാക്കി. എങ്ങനെ? കടകംപള്ളി തിരുവനന്തപുരത്ത് VS-ന്റെ ഏറ്റവും അടുത്ത വക്താവായിരുന്നു. ആ കടകംപള്ളി എങ്ങനെ വന്നത്? അദ്ദേഹത്തിന് അങ്ങനെ ഓരോ മോഹന വാഗ്ദാനങ്ങൾ കൊടുത്ത് ആരെല്ലാം വെട്ടിയാണ് അദ്ദേഹം ഇവിടെ വരിക. ഇപ്പോൾ എനിക്കിതിൽ തോന്നുന്നത് കോഴിക്കോട് മരുമകന്റെ ഏറ്റവും അടുത്ത ആളും അദ്ദേഹത്തിന്റെ തന്നെ ആളും ഇതേപോലെ ന്യൂനപക്ഷത്തിൽ നിന്ന് ഒരാളും വരേണ്ടത് പിണറായിയുടെ കൂടെ ആവശ്യമായിരുന്നു. അപ്പോൾ നമ്മൾ ഈ ജില്ലാ സമ്മേളനം നടക്കുന്ന സമയത്ത് തന്നെയാണ് പിണറായി PP ദിവ്യയെ പിന്നെ പറഞ്ഞ കാര്യമൊക്കെ നമ്മൾ അറിഞ്ഞല്ലോ. PP ദിവ്യ ആ മീറ്റിംഗ് PP ദിവ്യക്ക് വീഴ്ച പറ്റി, PP ദിവ്യ ആ മീറ്റിംഗിൽ പങ്കെടുക്കാൻ പോയത് തെറ്റാണ് എന്നൊക്കെ പറയുമ്പോൾ പിണറായി ആരുടെ പക്ഷത്താണെന്നൊരു കൺഫ്യൂഷനാണ് നമുക്ക് ഉണ്ടാകുന്നത്. ഇപ്പൊ എന്റെ പുസ്തകമാണ്, എന്റെ പാഠപുസ്തകമാണ് എന്ന് സംസാരിച്ച കാര്യം PP ദിവ്യ അന്ന് ഞാൻ പിന്നെ പറഞ്ഞായിരുന്നു, PP ദിവ്യ ഈ പറയുന്നതൊക്കെ വെറുതെയാകും. കാര്യം ഈ പാർട്ടി എന്ന് പറയുന്നത് അങ്ങനെയാണ്, നമുക്ക് പിടികിട്ടാത്ത തരത്തിലേക്കാണ് ഈ പാർട്ടിയുടെ തീരുമാനങ്ങളൊക്കെ പോകുന്നത്. കാര്യം പിണറായിക്ക് ആവശ്യം പാർട്ടി ഇപ്പൊ അദ്ദേഹത്തിന് ചിലപ്പോൾ ക്ഷണിതാവായിട്ടൊക്കെ ഇനി മാറാൻ സാധ്യതയുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ പിൻഗാമിയായി ഏതാനും ചില ഇപ്പൊ ഈ ആയിരിക്കുന്ന സെക്രട്ടറിമാരൊക്കെ തന്നെ അദ്ദേഹമായിട്ട് ആവുമുഖ്യമുള്ളവരാണ്. അപ്പോ ഗോവിന്ദൻ ഇപ്പം വെറും ഒരു റബ്ബർ സ്റ്റാമ്പായിട്ടാണ് ഇരിക്കുന്നത്. എന്തിനും പാർട്ടി ജില്ലാ സമ്മേളനങ്ങളിൽ നിന്ന് ഒരു മുഖ്യമന്ത്രി വന്നിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പൊ ഗോവിന്ദൻ വെറും ഒരു ഡമ്മിയാണ്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് PP ദിവ്യയെ അദ്ദേഹം, നമ്മൾ ആരെങ്കിലും പ്രതീക്ഷിച്ചോ PP ദിവ്യയെ ഇങ്ങനെ അദ്ദേഹം തള്ളിപ്പറയും നമ്മൾ ആരെങ്കിലും പ്രതീക്ഷിച്ചോ? അത് തന്നെ ഒരു അടവ് നയമല്ലേ? ഇപ്പോൾ കോഴിക്കോട് പോലൊരു സ്ഥലത്ത് ഇങ്ങനെ ഒരു സംസാരം ഉണ്ടായ സ്ഥിതിക്ക് ഇതിൻ്റെ തുടർ ചർച്ച തീർച്ചയായിട്ടും ചിലപ്പോൾ മുഖ്യമന്ത്രി ദിവ്യ പറഞ്ഞത് തെറ്റായി പോയി എന്ന് പറഞ്ഞു എന്നുണ്ടെങ്കിൽ പ്രതിനിധികൾ ഇനി ആ വിഷയം ചർച്ച ചെയ്യേണ്ടതെന്ന് തീരുമാനിച്ചാലോ ആയി. ഇപ്പം കണ്ണൂർ വരുമ്പോഴേ, കണ്ണൂർ ജില്ലാ സമ്മേളനം വരുമ്പോൾ ഇവിടെ ഇപ്പോൾ പ്രതിനിധികൾ പറഞ്ഞു മാധ്യമങ്ങൾ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ദിവ്യയെ തരം താഴ്ത്തിയെന്ന് പറഞ്ഞു. ശരി, തരം താഴ്ത്തി പിന്നെ എന്ന് പറഞ്ഞു എന്നുണ്ടെങ്കിൽ അത് ശരിയല്ല, മാധ്യമങ്ങളല്ല, ദിവ്യയ്ക്ക് തെറ്റുപറ്റി എന്ന് തിരിച്ച് പ്രതിനിധികൾ അദ്ദേഹം തിരുത്തി. ചിലപ്പോൾ കണ്ണൂർ വരുമ്പോഴത്തേക്ക് ഈ വിഷയം അവിടെ ചർച്ച ചെയ്തു, ഇനി ഇവിടെ ചർച്ച ചെയ്യേണ്ട എന്ന് പറയും. കാര്യം അവരിപ്പോൾ PP ദിവ്യ ഇപ്പോൾ വെറും ബ്രാഞ്ച് മെമ്പറാകുമ്പോൾ അവർക്ക് സംസ്ഥാന സമ്മേളനം ജില്ലാ സമ്മേളനത്തിലൊന്നും ഒരു പ്രതിനിധിയായിട്ട് പോലും അവർക്ക് വരാൻ സാധ്യതയില്ല. പ്രതിനിധി എന്ന് പറയുമ്പോൾ അങ്ങേയറ്റം ലോക്കൽ കമ്മിറ്റിയിൽ അല്ലെ ഏരിയ കമ്മിറ്റിയിലുള്ളവരെ പ്രതിനിധികളായിട്ട് വരത്തുള്ളൂ. അപ്പോൾ ചിലപ്പോൾ ഈ ചാപ്റ്റർ ഇവിടെ കൊണ്ട് അടച്ചതുമാകാൻ സാധ്യതയുണ്ട്. പക്ഷേ എങ്കിലും
ഈ ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ ദിവ്യയുടെ വിഷയം. പക്ഷേ എങ്കിലും എനിക്ക് തോന്നുന്നത് പിണറായിയുടെ ഒരു തന്ത്രം കൂടിയാണ് PP ദിവ്യയെ തള്ളിപ്പറയുമ്പോൾ എന്താണ് അദ്ദേഹം ഇതിലൂടെ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ പ്രശാന്തിന്റെ കേസും പറഞ്ഞല്ലോ, ഇന്നലെ എം വി ജയരാജൻ പറഞ്ഞല്ലോ, പ്രശാന്തിനെ നുണ പരിശോധനയ്ക്ക് വിധേയനാക്കണമെങ്കിൽ വിധേയനാക്കിക്കോട്ടെ അദ്ദേഹം തയ്യാറാണെന്നും പറഞ്ഞല്ലോ. അപ്പോൾ ഇത്രയും നാളത്തെ മൗനത്തിന് ശേഷം പിണറായി ഇത് പറയുമ്പോൾ ആ മൗനത്തിന് ശേഷമുള്ള ഈ ഉത്തരത്തിന് ഒരുപാട് രാഷ്ട്രീയ മാനങ്ങളുണ്ട്. ഇപ്പോൾ കോഴിക്കോട് മരുമകന് സ്ട്രെങ്ത് ഉള്ള ഏറ്റവും കൂടുതൽ പാർട്ടി മെമ്പർമാർ കണ്ണൂരെന്നാണ് ഞാൻ വായിച്ചത്, അത് കോഴിക്കോടാണ്, ശക്തമായിട്ടുള്ളത് കോഴിക്കോടാണ്. അപ്പോൾ ആ ജില്ലയിൽ തൻ്റെ ഒരു അപ്രമാദിത്വം തൻ്റെ തന്നെ ആള് ആയിരിക്കുന്നു. കണ്ണൂരിന് മുമ്പുള്ളൊരു റിഹേഴ്സൽ കൂടിയാണ് കോഴിക്കോട്. നമുക്ക് കാണാം കണ്ണൂരത്തെ പിന്നെ എങ്ങനെയാണ് ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്, നാളെയോ ഇന്നോ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അവിടെയും അദ്ദേഹം ഉണ്ടാകും. നമുക്ക് കാത്തിരിക്കാം. അതെ.